വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അന്ധനെ സുഖപ്പെടുത്തുന്നു. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി. തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സിലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി, സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ എന്നവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്നവൻ മറുപടി പറഞ്ഞു. മുൻപ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസേയരുടെ അടുത്ത് കൊണ്ടുചെന്നു. യേശു ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകൾ തുറന്നത് ഒരു സാബത്ത് ദിവസമാണ്. വീണ്ടും ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ എന്റെ കണ്ണുകളിൽ ചെളി പുരട്ടി, ഞാൻ കഴുകി, ഞാൻ കാണുകയും ചെയ്തു. ഫരിസേയരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെ പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവൻ ഒരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുവിൻ. അവന് പ്രായമായല്ലോ, തന്നെ കുറിച്ച് അവൻ തന്നെ പറയും. അവന്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം
യേശുവിനെ ക്രിസ്തുവെന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവന്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിക്കുവിൻ എന്ന് പറഞ്ഞത്. അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അവർ ചോദിച്ചു, അവൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു? എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത്? അവൻ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവന്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ? അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു. അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്നാൽ അവൻ എന്റെ കണ്ണുകൾ തുറന്നു. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവർ അവനെ പുറത്താക്കി. മനുഷ്യന്റെ സഹനം ദൈവാനുഭവത്തിന്റെ സ്രോതസ്സായി മാറുന്നു. യേശു തന്റെ ശിഷ്യന്മാരുമൊത്ത് ഒരിക്കലൊരു യാത്ര ചെയ്യുകയാണ്. യാത്രാമധ്യേ തിരുവോരങ്ങളിൽ ഭിക്ഷയാചിച്ചിരുന്ന ഒരു കുരുടനെ അവർ കാണാനിടവരുന്നു. ആ കുരുടന്റെ ദയനീയ സ്ഥിതി കണ്ടിട്ടായിരിക്കണം ശിഷ്യന്മാർ യേശുവിനോട് ആ അന്ധനെ പറ്റി സംസാരിക്കാനിടവരുന്നു. അക്കാലത്ത് പൊതുവെ സമൂഹത്തിൽ നിലനിന്നിരുന്നത് സഹനങ്ങള് ഏതു തരത്തിലുള്ളതായാലും മനുഷ്യനെ ഉണ്ടാകുന്നത് പാപത്തിന്റെ ഫലമായോ പിശാചിന്റെ കുതന്ത്രത്തിന്റെ ഫലമായോ ആണ് എന്ന പൊതുധാരണ ശിഷ്യന്മാരോടും പങ്കുപറ്റിയിരുന്നു എന്ന് വേണം കരുതാൻ. ശിഷ്യന്മാർ യേശുവിനോട് ജന്മന അന്ധനായിട്ടുള്ള ആ മനുഷ്യനെ പറ്റി ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അവന്റെ ഈ ദയനീയ സ്ഥിതിക്ക് കാരണം ആരുടെ പാപം നിമിത്തമാണ്, ആരുടെ പാപമാണ് അതിന് കാരണം എന്നുള്ള രീതിയിലാണ് യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നത്. യേശു അതിന് നൽകുന്ന ഉത്തരം ക്രിസ്തീയമായിട്ടുള്ള ഒരു ദർശനം സഹനത്തെ സംബന്ധിച്ച് നമുക്കായിട്ട് നൽകുന്നുണ്ട്. ശരിയാണ്, പാപത്തിന്റെ ഫലമായിട്ടും മനുഷ്യന് സഹനങ്ങൾ ഉണ്ടാകാം. ദുഷ്ടാരൂപിയുടെ കുതന്ത്രത്തിന്റെ പശ്ചാത്തലത്തിലും മനുഷ്യൻ സഹിക്കാനിടവരാം. മനുഷ്യന്റെ തന്നെ പിടിപ്പുകേട് കൊണ്ടും മനുഷ്യന് സഹിക്കാനിടവരാം. ഇതൊക്കെ സത്യമായിരിക്കെ തന്നെ മനുഷ്യനുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ദുരന്തങ്ങളും പാപത്തിന്റെ ഫലമായോ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായോ ആകണം എന്നില്ല. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ കാരുണ്യാശ്രിതമായ ദൈവത്തിന്റെ അനുഗ്രഹപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിദാനമാകാൻ, അത് അനുഭവിക്കാൻ ഇടവരുന്ന അവസരങ്ങളുമായിട്ട് സഹനത്തെ നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ക്രിസ്തീയ ദർശനം. ആ ദർശനം പങ്കുവെച്ച യേശു ആ ദയനീയ സ്ഥിതിയിലായിരിക്കുന്ന ആ ജന്മന അന്ധനായിരിക്കുന്ന കുരുടന് സൗഖ്യം നൽകുന്നു. ആ സൗഖ്യം നൽകിയത് ഒരു സാബത്ത് ദിനമായിരുന്നു. യേശു ആ മനുഷ്യനെ
സൗഖ്യം നൽകാൻ ഇടവരുത്തിയത് ആ മനുഷ്യന്റെ ദയനീയ അവസ്ഥയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. യേശു നടക്കുമ്പോ ശ്രദ്ധിക്കാനും ശിഷ്യന്മാർ പ്രത്യേകിച്ച് അന്ധനെ പറ്റിയിട്ട് യേശുവിനോട് പറയാനും ഇടവരുന്നത് ആ മനുഷ്യന്റെ സഹനത്തിന്റെ പാരമ്യം കണ്ട് മനസ്സ് അരിവ് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ആ സഹനം യേശുവിന്റെ കാരുണ്യാശ്രിതമായിട്ടുള്ള പെരുമാറ്റത്തിന്, പ്രവർത്തനത്തിന് നിദാനമായിട്ട് തീരുന്നു ആ മനുഷ്യനെ. പക്ഷെ ഇവിടെ ആ മനുഷ്യൻ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഇടവന്നു. ആ മനുഷ്യന്റെ സഹനം എന്നുള്ളത് സത്യമായിരിക്കെ ആ ദൈവാനുഗ്രഹത്തിന്റെ ഫലമായിട്ട് തന്നെ വീണ്ടും വീണ്ടും പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടവരുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രതിസന്ധികൾക്കും വിധേയനാകാൻ മനുഷ്യൻ ഇടവരില്ല എന്നുള്ളതല്ല അതിന്റെ സാരം. ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യുന്നതിനുള്ള പ്രാപ്തി ആ മനുഷ്യനെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യൻ ഉയരാനിടവരും. സാന്ദർഭികമായിട്ട് പറയട്ടെ, ആ ജന്മന അന്ധനായിട്ടുള്ള മനുഷ്യനെ സൗഖ്യം നൽകിയത് ഒരു ശാബത്ത് ദിനമായിരുന്നു. ശാബത്ത് ദിനത്തില് അസുഖം മാറ്റി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ തന്നെ അത് സമൂഹത്തിലെ വലിയ വിവാദങ്ങൾക്ക് വിഷയമായി. അതിന്റെ അടിസ്ഥാനത്തിൽ സുഖമാക്കപ്പെട്ട മനുഷ്യനെ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ചു വരുത്തുന്നു, ചോദ്യം ചെയ്യുന്നു, വിചാരണ ചെയ്യുന്നു, മാതാപിതാക്കന്മാരെ വിളിച്ചു വരുത്തുന്നു, ഭീഷണികള് പുറപ്പെടുവിക്കുന്നു. ഇതിനെയൊക്കെ തരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു ആർജവത്വവും ധീരോദാത്തതയും ആ മനുഷ്യനിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ മനുഷ്യനെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കാൻ പോലും ഇടവരുത്തിയ ഒരു അനുഭവമായിരുന്നു പ്രത്യക്ഷത്തിൽ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഇടവന്ന ആ സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാൻ ഇട വന്നിട്ടും ആ മനുഷ്യൻ ഒരു തരത്തിലും തളരാതെ, പതറാതെ, ചതുലമായി സംസാരിക്കാനും യുക്തിഭദ്രമായ രീതിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും സാധിക്കുന്ന ഒരു നിലയിലേക്ക് അവൻ ഉയരുന്നതായിട്ടാണ് ഈ സുവിശേഷ ഭാഗം നമ്മോട് പറഞ്ഞു തരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലും കൂടെ ആയിരിക്കാം ആ മനുഷ്യൻ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ നല്ലൊരു പ്രേക്ഷിതനായിട്ട് തീർന്നു കാണാം. യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആ മനുഷ്യൻ എത്തിപ്പെടാൻ ഇടവന്നത് അവന്റെ ജന്മന അവൻ അനുഭവിക്കാൻ ഇടവന്ന അന്ധതയായിരുന്നു, ദാരുണമായ സ്ഥിതിവിശേഷമായിരുന്നു എന്ന് നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും. ആ ജന്മന അന്ധത മൂലം അവൻ അനുഭവിക്കാൻ ഇടവന്ന ആ സഹനത്തിന്റെ തീവ്രതയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ രക്ഷയുടെ മാർഗം അവനായിട്ട് തുറന്നു കിട്ടാൻ ഇടവരുത്തിയത്. ഇതാണ് പ്രത്യക്ഷത്തിൽ തിന്മയാണ് എന്ന് തോന്നുന്ന യാഥാർത്ഥ്യങ്ങളിൽ കൂടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് അത് നന്മ വിരിയിച്ചെടുക്കാൻ ഇടവരുത്തുന്ന സാഹചര്യങ്ങളായിട്ട് അത് മാറ്റാൻ ഇടവരും എന്നുള്ള ഒരു നിത്യസനാതനമായ സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ കുരുടന് സുഖം നൽകിയ ആ കുരുടന്റെ ജീവിതം പിന്നീട് അനുഭവിക്കാൻ ഇടവന്ന വിചാരണയും മറ്റുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സത്യമെന്ന് നാം തിരിച്ചറിയണം.